ഇപ്പോൾ മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഇപ്പം ഞാൻ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ച ആളും അദ്ദേഹത്തിൻ്റെ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്താൽ മാത്രമേ എൻ്റെ ടു ബിയിൽ അത് വരുള്ളൂ. റെസ്റ്റോറൻറ്റ് ബില്ലുകളാണ് എല്ലാവരും കൂടുതൽ ചെക്ക് ചെയ്യണത്. അത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഈ GST എന്താ, CGST എന്താ, SGST എന്താണെന്ന് ചോദിച്ചിട്ട്. ഈ റെൻറ്റിന് RCM ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഒരു പർപ്പസ്? ഇപ്പോൾ ബിസിനസ്സുകാർ നടത്തുന്ന വയലേഷൻസ്, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് വരുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന കുറേ കേസസ് ഉണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ അതിന് ഇ-വേ ബില്ല് കൂടി അക്കമ്പനി ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞു. GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റെഗുലർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ, കോമ്പോസിഷൻ സ്കീമിലോ ഏതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യണമല്ലോ. ഇപ്പോൾ മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അതായത് എങ്ങനെയാണ് ഒരു GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്? ഇപ്പം റെഗുലർ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായും എല്ലാ മാസവും നമ്മൾ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ്. ടാക്സ് അടയ്ക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 തരത്തിലുള്ളതാണ് പ്രധാനമായിട്ട്. GSTR 1 എന്ന് പറയും. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്ന, ഇപ്പോൾ മിജോ അക്കൗണ്ടൻ്റാണ്, അറിയാമല്ലോ. അപ്പോൾ 2 റിട്ടേൺ ആണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ GSTR 1 അത് കൃത്യമായും 11-ാം തീയതി ഫയൽ ചെയ്തിരിക്കുക. GSTR 1 എന്ന് പറഞ്ഞാൽ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ എന്തൊക്കെ ബിസിനസ് നടത്തിയിട്ടുണ്ട്, ഈ ഒരു മാസം എത്രത്തോളം ബിസിനസ് നടത്തി എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ അറിയിക്കുന്ന ഒരു പ്രൊസീജിയറാണ് GSTR 1 ചെയ്യുന്നത്. നെക്സ്റ്റ് 13-ാം തീയതി നമുക്ക് 2B എന്ന് പറയുന്ന റിട്ടേൺ ഓട്ടോമാറ്റിക്, നമ്മളെ എല്ലാവരും തന്നെ GSTR 1 ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 2B എന്ന് പറയുന്ന റിട്ടേൺ നമ്മുടെ പോർട്ടലിൽ വരും. അപ്പോൾ ഈ 2B പ്രകാരം നമ്മൾ ആരിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സാധനങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് 2B ഉള്ളത്. ഓക്കെ, അതായത് നമ്മുടെ പോർട്ടലിൽ തന്നെ ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ട്. അതിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തത് എല്ലാം തന്നെ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അതത് മാസം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സബ്സിക്വൻറ്റ് നമ്മൾ ഈ സെയിൽ നടത്തിയതിന് ആനുപാതികമായി നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 20-ാം തീയതി നമുക്കിനി ബാക്കി എത്രയെങ്കിലും ടാക്സ് അടയ്ക്കാനുണ്ട് എങ്കിൽ അത് 3B എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വഴി അടയ്ക്കുക എന്നുള്ളതാണ് GSTയിൽ റിട്ടേൺ എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ്. ഈ 3 രീതിയിലാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് GSTR 1 നമ്മൾ എത്രത്തോളം വിൽപ്പന നടത്തി എന്നുള്ളത്, എത്ര രൂപയ്ക്ക് വിൽപ്പന നടത്തി, എത്ര രൂപ ടാക്സ് ഞങ്ങൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്നത് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ, ഞാൻ കൊടുത്ത ടാക്സ് എല്ലാം തന്നെ 2Bയിൽ എനിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് എത്രയുണ്ട് അതിൽ നിന്ന് കൊടുത്ത ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് ക്യാഷായിട്ട് അടയ്ക്കുക. ഇപ്പോൾ ഈ GSTR 1 നമ്മൾ ഇപ്പോൾ 2Bയിൽ, അതായത് 2Bയിൽ നമ്മളുടെ പർച്ചേസസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു സാർ. അപ്പോൾ ഈ GSTR 1 ലിമിറ്റ് വെച്ചിരിക്കുന്നത് 11-നാണ്. ഇൻ കേസ് ഇപ്പോൾ 11-ാം തീയതി ഫയൽ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു A എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തു, 1,00,000 രൂപയുടെ പർച്ചേസ് ചെയ്തു. അപ്പോൾ എനിക്കൊരു 18,000 രൂപ ടാക്സ്, 1,18,000 ടാക്സ്. അപ്പോൾ അതെനിക്ക് ഇൻപുട്ടായിട്ട് കിട്ടേണ്ടതാണ് ആക്ച്വലി. അപ്പോൾ 11-ാം തീയതിക്കുള്ളിലും ചെയ്താൽ മാത്രമല്ലേ നമുക്കത് കിട്ടുള്ളൂ, അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് 2Bയിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഈ സാധനം. നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ അവൈൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇപ്പോൾ 2Bയിൽ അത് കാണാൻ പറ്റിയില്ല, നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പാർട്ടിയെ ഇൻഫോം ചെയ്തിട്ട് നെക്സ്റ്റ് മാസം അദ്ദേഹം ഫയൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും അത് വരാത്തത്. അത് റിട്ടേൺ ഫയൽ ചെയ്തതാണില്ല. ഇപ്പം ഞാൻ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ച ആളും അദ്ദേഹത്തിൻ്റെ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്താൽ മാത്രമേ എൻ്റെ 2Bയിൽ അത് വരുള്ളൂ. അപ്പോൾ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ് അത്. 2B ആകുമ്പോൾ കൺസേൺഡ് മാസത്തതാണ്. ഇനി അദ്ദേഹം സബ്സിക്വൻ്റ് ആയിരിക്കും ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്യുമ്പോൾ അത് 2Aയിലേ വരുള്ളൂ. ഓക്കെ, 2Aയിൽ ഇത് വരും, പക്ഷെ അത് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാസം അവൈൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത മാസം നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്ത് ഗവൺമെൻറ്റിൽ അദ്ദേഹം ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പോൾ അതായത് ഒരു പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ കൃത്യസമയത്ത് ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ GSTR1 ഫയൽ ചെയ്യുന്നവരെ നമ്മൾ തേടി പിടിച്ച് പർച്ചേസ് ചെയ്യണം. അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഗവൺമെൻറ്. അതെ. ഓക്കെ ഫൈൻ. അപ്പോൾ അത് മനസ്സിലായി എനിക്ക്. അപ്പോൾ നമ്മൾ ഈ GSTR1 നമ്മൾ കൊടുത്തു, 2B വന്നു, 2B നമ്മളത് അവൈൽ ചെയ്തു. 3B എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ഒരു പ്രോസസ്സ് മാത്രം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഇപ്പോൾ ഒരു പുതിയൊരു കമ്പനിക്ക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പർച്ചേസ് ഉണ്ടാവും, എന്നാൽ സെയിൽസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇവിടെ എക്സസ് ആയിരിക്കും, അതായത് ടാക്സ് അടയ്ക്കുന്നതിന് പകരം നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിടക്കും. അത് ഈ ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഫണ്ട് എങ്ങനെയാണ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ മാസം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മാസം നമുക്കൊരു 1,00,000 രൂപയുടെ ടാക്സ് നമ്മൾ കളക്ട് ചെയ്തോളൂ, ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഹ്യൂജ് പർച്ചേസ് ചെയ്തു, ഒരു 5,00,000 രൂപ ടാക്സ് നമ്മൾ കൊടുത്ത് പർച്ചേസ് ചെയ്തു. അപ്പോൾ 1,00,000 രൂപ ഞാൻ ടാക്സ് അടച്ചാൽ മതി. 5,00,000 രൂപയ്ക്ക് കൊടുത്തതുകൊണ്ട് എനിക്ക് ഇൻപുട്ടുണ്ട്. അവിടെ പോയിട്ട് ബാക്കി 4,00,000 രൂപ അത് ഓട്ടോമാറ്റിക് നമ്മൾ അവൈൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ ലെഡ്ജറിൽ കിടന്നോളും. അടുത്ത മാസങ്ങളിൽ, നെക്സ്റ്റ് വരുന്ന മാസങ്ങളിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതായത് അടുത്ത മാസങ്ങളിലോട്ട് അത് ക്യാരി ഫോർവേഡ് ആയിട്ട് വരും. ഇപ്പോൾ ചില ക്ലയൻസിന് ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ എക്സസ് വരുന്ന ഈ ഇൻപുട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ലെഡ്ജറിൽ കിടക്കുന്ന ഈ ബാലൻസ് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കുറച്ച് ക്ലയൻസിനെങ്കിലും ഉണ്ട്. അപ്പോൾ അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ പർച്ചേസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ GST സൈറ്റിലുള്ള നമ്മുടെ ലെഡ്ജറിലുള്ള ബാലൻസ് അത് അടുത്ത മാസത്തെ സെയിൽസിലാണ് സെറ്റ് ഓഫ് ആയി പോവുക. അത് പിന്നീട് വരുന്ന മാസങ്ങളിൽ സെറ്റ് ഓഫ് ആയി പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ഇപ്പോൾ GST കുറിച്ചിട്ടോ അല്ലെങ്കിൽ അറിയാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം മേടിക്കുക, സൂപ്പർ മാർക്കറ്റ്സിൽ പോയി സാധനം മേടിക്കുക. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ പോകുമ്പോൾ നമുക്ക് കാണാം എല്ലാത്തിൻ്റെ മുകളിൽ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ചില സമയത്ത് എന്നിട്ട് ബില്ല് നോക്കുന്ന സമയത്ത് അതിനകത്ത് SGST CGST എന്ന് പറഞ്ഞ് കാണും. ഇൻ സർട്ടൻ കേസസ് അത് IGST എന്ന് പറഞ്ഞ് കാണും. ഇപ്പോൾ പുറത്താണുള്ള പർച്ചേസസ് ആണെങ്കിൽ IGST എന്ന് പറഞ്ഞ് കാണും. കൂടുതൽ ഡൗട്ട്സുകൾ വരുന്നത് ഈ റെസ്റ്റോറൻറ്റ് ബില്ലുകളാണ് എല്ലാവരും കൂടുതൽ ചെക്ക് ചെയ്യണത്. അത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണുകയും ചെയ്യാം, ഈ GST എന്താ, CGST എന്താ, SGST എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ നമുക്ക് IGST ഉണ്ട്, CGST ഉണ്ട്, SGST ഉണ്ട്. ഈ 3 മെത്തേഡിലൂടെയാണ് ഈ ടാക്സ് കളക്ഷൻ. അതിനെക്കുറിച്ച് സാർ ഒന്ന് പറയൂ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 3 IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് GST എന്നാണ് പറയപ്പെടുന്നത്. അതായത് പുറത്ത്, കേരളത്തിന് പുറത്ത് വിൽക്കുന്ന സാധനത്തിനാണ് നമ്മൾ സാധാരണ IGST ഡിമാൻഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ GST തന്നെ SGST എന്നും, അതായത് SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST എന്നും സെൻട്രൽ CGST എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബില്ലുകളിൽ 5% ആയിരിക്കും നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. 5%ത്തിൽ 1 ഷെയർ സ്റ്റേറ്റിനുള്ളതാണ്, 2.5%. 1 ഷെയർ സെൻട്രലിൻ്റെതാണ്, അതിന് CGST എന്നും സ്റ്റേറ്റിൻ്റെ ഷെയറിനെ SGST എന്നും പറഞ്ഞാൽ അങ്ങനെ രണ്ടായിട്ട് നമ്മുടെ നിന്ന് കളക്ട് ചെയ്ത് 2.5% SGST 2.5% CGST ആയിട്ട് കളക്ട് ചെയ്ത് 5%. ചിലപ്പോൾ ബില്ലിൽ 5% GST എന്നേ ഉണ്ടാവുകയുള്ളൂ. അത് കുഴപ്പമില്ല. ഒന്നുകിൽ SGST എന്നോ CGST എന്നും കാണിക്കുക, അല്ലെങ്കിൽ GST മൊത്തം എമൗണ്ട് എന്നോ കാണിക്കുക. എന്നാൽ കേരളത്തിന് പുറത്ത് നമ്മളൊരാൾക്ക് വിൽക്കുകയാണ് എങ്കിൽ അവിടെ IGST ഇത്ര % എന്നാണ് അവിടെ കാണിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ CGST SGST ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഈ ബില്ല് നോക്കുന്ന സമയത്ത് ഈ SGST CGST ഇപ്പോൾ സാർ പറഞ്ഞ പോലെ 2.5%, 2.5%, അതായത് 5% റെസ്റ്റോറൻറ്റ് സർവീസുകളുടെ ടാക്സ്. അതിന് 2.5% സ്റ്റേറ്റിലോട്ടും 2.5% നമ്മൾ സെൻട്രലിലോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ആ പ്രോസസ്സ്. അപ്പോൾ ഇനി നമ്മൾ ബില്ല് കാണുമ്പോൾ നമ്മൾ എന്താണ് SGST എന്താണ് CGST എന്നുള്ളതല്ല, GST എന്നുള്ളതിനെ നമ്മൾ സെൻട്രലിനും സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ CGST ആൻഡ് SGST എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST നമ്മൾ CGST SGST ഇവർ കണ്ടു. അപ്പോൾ ഇവർ ബില്ലിൽ നോക്കുക GST നമ്പർ ഉണ്ടോ നോക്കും. അപ്പോൾ GST നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ അത്രേ ഉള്ളൂ. GST നമ്പർ മെൻഷൻ ചെയ്യാതെ ഒരാൾക്കും GST കളക്ട് ചെയ്യാൻ പാടില്ല.
പാടില്ല. ഓക്കെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ കയ്യിൽ നിന്ന് CGST SGST എന്ന് പറഞ്ഞ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബില്ലിൻ്റെ മുകളിൽ നോക്കുക GST നമ്പർ ഉണ്ടോ എന്ന്. GST നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് CGST SGST എന്ന് പറഞ്ഞിട്ട് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള ടാക്സ് കളക്ഷൻ, അതാണ് അതിൻ്റെ റൂള്. ഇനി വേറൊരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ചില റെസ്റ്റോറൻറ്റ്സിന് കോമ്പോസിഷൻ സ്കീമുണ്ട്. അപ്പോൾ അവർക്ക് GST നമ്പർ ഉണ്ടായിരിക്കും. ആ കേസിൽ എങ്ങനെയാണ് ഇപ്പോൾ കാൽക്കുലേഷൻ വരുന്നത്? അത് 5% തന്നെയാണ്. 5%. റേറ്റ് 5% തന്നെയാണ്. റെസ്റ്റോറൻറ്റിന് മറ്റേ ട്രേഡിങ്ങിൻ്റെ കേസിൽ 1% എന്ന് പറഞ്ഞു. എന്നാൽ റെസ്റ്റോറൻറ്റിൻ്റെ കേസിൽ 5% തന്നെയാണ്. 5% തന്നെയാണ്. അതെ. പക്ഷേ അവിടെ CGST SGST സെപ്പറേഷൻ ഉണ്ടോ? CGST SGST സെപ്പറേഷൻ ഉണ്ട്. അതിലൊന്നും മാറ്റമില്ല. അത് നമ്മൾ കോമ്പോസിഷൻ ആയാൽ പോലും CGST 1% ആയാലും പകുതിയാണ് അവിടെയും. ഓക്കെ. അതിലെനിക്കൊരു ക്ലാരിറ്റി വരുത്താനുള്ള, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പോസിഷൻ സ്കീമിൽ 1% എന്ന് പറയുന്നത് കസ്റ്റമറുടെ നിന്ന് കളക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയല്ലേ ഹോട്ടലിൽ? അല്ല, റെസ്റ്റോറൻറ്റിൽ സർവീസിൻ്റെ വരുമ്പോൾ നേരെ തിരിച്ചാണ് കളക്ട് ചെയ്യാം. അപ്പോൾ കോമ്പോസിഷൻ സ്കീമിലാണെങ്കിലും റെഗുലർ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ഇവർ ടാക്സ് കളക്ട് ചെയ്യാം. റെസ്റ്റോറൻറ്റ്സിന് ടാക്സ് കളക്ട് ചെയ്യാം. GST നമ്പർ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാം. അതെ. ഓക്കെ. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനമാണെങ്കിൽ അവർക്ക് CGST SGST കളക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഇനി അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ഇങ്ങനെ ബില്ലൊക്കെ കാണിച്ചിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് CGST, എന്താണ് SGST, കുറേ ടാക്സ് പിടിക്കുന്നു, പല ടാക്സ് പിടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഡെയിലി കാണുന്നതാണ്. അതിനൊരു ക്ലാരിറ്റിയാണ് നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ക്ലിയറായി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ GSTയിൽ RCM എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, റിവേഴ്സ് ചാർജ് മെക്കാനിസം. അത് പല അമെൻമെൻറ്റ്സും നടക്കുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന RCM ഇപ്പോൾ പലതിനും ഇല്ല. അൺരജിസ്റ്റേർഡ് പർച്ചേസിന് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. എന്നാൽ ഇപ്പോൾ റെൻറ്റിന് RCM ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റെൻറ്റിന് RCM ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് അത് എന്താണ് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഒരു പർപ്പസ്? ഇപ്പോൾ റെൻറ്റിൻ്റെ മുകളിൽ, അതായത് ഒരു ബിസിനസ് ഞാൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഇരിക്കുന്ന സ്ഥലം വാടകയ്ക്കാണെന്നുണ്ടെങ്കിൽ, റെൻറ്റിനാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കയ്യിൽ നിന്ന് ടാക്സ് 18% കൊടുക്കണം. അതിൻ്റെ ബെനിഫിറ്റ്, ഗവൺമെൻറ്റിന് ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ ടാക്സ് പേയറുടെ ബെനിഫിറ്റ് എന്താണ്? അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റെൻറ്റ് 18% ടാക്സ് ഉള്ള ഒരു ഐറ്റമാണ്. അതെ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസാണ്. ത്രെഷോൾഡ് ലിമിറ്റ് 20 ലക്ഷമാണ് പറയുന്നത്. അപ്പോൾ പല ഈ റെൻറ്റഡ് ബിൽഡിങ്ങുകളും ബിൽഡിംഗ് ഓണേഴ്സ് എഗ്രിമെൻറ്റിൽ വാല്യൂ കുറച്ച് കാണിക്കും. അതെ. വാല്യൂ കുറച്ച് കാണിക്കുമ്പോൾ അവർക്ക് 20 ലക്ഷം പരിധി വരില്ല. എന്നാൽ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നത് കൂടുതൽ എമൗണ്ട് ആയിരിക്കും. അവർക്ക് 20 ലക്ഷം രൂപ വരാതിരിക്കുകയും അവർ രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുകയും ചെയ്യും. ഓക്കെ. പക്ഷേ ഗവൺമെൻറ് ഈ രീതിയിൽ ഇത് RCM കൊണ്ടുവന്നപ്പോൾ എന്തു ചെയ്യും? ഇല്ല എങ്കിൽ ഈ ബിസിനസ് സ്ഥാപനം അവരെ കയ്യിൽ നിന്ന് RCM വഴി ഈ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അവർ ആക്ച്വലി ഇവർക്ക് വലിയ എമൗണ്ട് റെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, RCM കൊടുക്കണം. അപ്പോൾ ഈ ബിൽഡേഴ്സ് ഇവർ തന്നെ എന്തു ചെയ്യും? ഈ ബിസിനസ്സുകാരെ തന്നെ അവരോട് പറയും രജിസ്ട്രേഷൻ എടുത്ത് ഫോർവേഡ് ചാർജിൽ ടാക്സ് തന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത് അടച്ചോളാം. അതായത് റെൻറ്റഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത റെൻറ്റ്. അതെ, അൺരജിസ്റ്റേർഡ് പാർട്ടികളുടെ അതിനാണ് RCM. അല്ലെങ്കിൽ ഫോർവേഡ് ചാർജിൽ നേരിട്ട് തന്നെ ബിസിനസ്സുകാർ ഇപ്പോൾ നമ്മൾ കൊടുക്കും, റെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു മാസം 2 ലക്ഷം രൂപ റെൻറ്റ് പ്ലസ് GST കൊടുക്കും. ആര് ചെയ്യണം? ആ ബിൽഡിംഗ് ഓണർ, അവർ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അദ്ദേഹം ടാക്സ് ഗവൺമെൻറ് അടയ്ക്കും. അപ്പോൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇൻപുട്ട് നമുക്ക് എടുക്കാനും പറ്റുന്നില്ല, എന്നാൽ നമ്മൾ വലിയ എമൗണ്ട് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇത് വാച്ച് ചെയ്യാനും പറ്റുന്നില്ല. ഗവൺമെൻറ്റിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. റെൻറ്റിൻ്റെ GST വരുന്നുമില്ല. നേരെ തിരിച്ച് ഇപ്പോൾ തന്നെ ഇവർ RCM അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതായിരിക്കും ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഗവൺമെൻറ്റിന് വരാനുള്ള ടാക്സ് ആണല്ലോ.
അതെ അതെ. അപ്പോൾ അതായത് ഒരു ടാക്സ് ഇവാഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ഇവേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ലക്ഷ്യം ആ ടാക്സ് ഇവാഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതായത് ബിസിനസ് ഓണേഴ്സ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ GST ഉള്ള ആളുകളുടെ അഡ്രസ്സ് തേടി പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് GST ഉണ്ടോ, എന്നാൽ ആ ബിൽഡിംഗ് നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ മാസവും 2% നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യും അവരെ GST രജിസ്ട്രേഷൻ എടുപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ അതായിരിക്കും ബെറ്റർ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എഗ്രിമെന്റിൽ കുറച്ച് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമല്ലേ, ബിസിനസ്സുകാർക്ക് നഷ്ടമാണല്ലോ. നമ്മൾ ആൾറെഡി ആ എമൗണ്ട് അല്ലല്ലോ കൊടുത്തത്. അതെ അതെ. ഇപ്പം നമ്മൾ ടൗണിലൊക്കെ പല ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, 10-12 റൂംസൊക്കെ ഉള്ള ആളുകൾ ടൗണിൽ തന്നെ ഒരു റൂമിന് തന്നെ കൊടുക്കുന്നത് 20,000-25,000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ 20 lakhs അല്ല 40 lakhs അല്ല, അതിനപ്പുറത്തോട്ട് പോയി. പക്ഷേ ആക്ച്വലി ഇത് കുറച്ച് കാണിക്കും ചെയ്യുന്നു, എന്നാൽ GST രജിസ്ട്രേഷൻ എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ RCM കൊണ്ടുവന്നത്. RCM കൊണ്ടുവരും. അതോടുകൂടി തന്നെ ഇവർക്ക് ബിസിനസ്സുകാർക്ക് അതൊരു ഗുണമാണല്ലോ. ITC എടുക്കാനും സാധിക്കും. ITC എടുക്കാം, പക്ഷെ എല്ലാ മാസവും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രം. ഒരു മാസത്തെ ടാക്സ് നമ്മുടെ കയ്യിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളത്. അത് RCM മുഴുവൻ അടയ്ക്കണമെങ്കിൽ. എന്നാൽ രജിസ്റ്റേർഡ് ഓണർ ആണ് എങ്കിൽ നമുക്ക് കൊടുക്കുന്ന ടാക്സിന് ITC എടുക്കാൻ സാധിക്കും. ITC എടുക്കാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചതിൽ ഇപ്പോൾ GSTയുടെ ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റലിജൻസിൽ IBയിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ ബിസിനസ്സുകാർ നടത്തുന്ന വയലേഷൻസ്, അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് വരുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന കുറേ കേസസ് ഉണ്ട്. അപ്പം നോർമലി ഈ നമ്മൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന വയലേഷൻസ്, ഞാൻ പറയുന്നത് നോർമലി ഇവർ വരുത്തുന്ന വയലേഷൻസ് എന്താണ്, കൂടുതൽ IBയിൽ വരുന്ന കേസസ്? അങ്ങനെ നമുക്ക് ഇപ്പോൾ സർക്കാരിന് അടയ്ക്കാനുള്ള നികുതി അത് സർക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ്. അനാവശ്യമായി അവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ തന്നെ ഗവൺമെൻറ്റിന് വരാനുള്ള നികുതി ഗവൺമെൻറ്റിൽ എത്തിക്കുക. ഇപ്പോൾ സാധാരണ നമ്മൾ തന്നെ സാധാരണ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ബില്ല് കഴിക്കുമ്പോൾ നമ്മളത് വാച്ച് ചെയ്യുന്നു ടാക്സ് എന്താണെന്നുള്ളത്. ആ ബില്ല് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരുടെ പ്രധാനം. അപ്പോൾ ആ ബില്ല് കൊടുക്കുന്നതോടെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് അദ്ദേഹം കളക്ട് ചെയ്ത് കറക്റ്റ് ഗവൺമെൻറ്റിലോട്ട് വരും. അതിൽ ഒരു ക്ലാരിറ്റി കൂടി ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നിന്ന് ടാക്സ് മേടിച്ച് വെച്ചിട്ട് സർക്കാരിന് കൊടുക്കാതെ ആ ടാക്സ് ഇവർ ബിസിനസ്സിലേക്ക് മാറ്റുന്ന ആളുകളുണ്ട്. അതാണ് ഈ ടാക്സ് ഇവേഷൻ എന്ന് വരുന്നത് അല്ലേ? ഓക്കെ. ഒന്നാമത് ബില്ല് കൊടുപ്പിക്കുക, ബില്ല് നമ്മൾ ചോദിച്ച് വാങ്ങുക എന്നുള്ളതാണ് പ്രധാനം. അതെ. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് നമുക്ക് ബില്ല് കയ്യിൽ വണ്ടിയിൽ സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജെനുവിൻ ബില്ല് ഉണ്ടാവുക എന്നുള്ളതാണ്. ജെനുവിൻ ബില്ലും ഇനി ഇ-വേ ബില്ലുടെ ക്രൈറ്റീരിയയിൽ വരികയാണെങ്കിൽ ഇ-വേ ബില്ലും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ അതിന് ഇ-വേ ബില്ലും അക്കമ്പനി ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 50,000 താഴെയാണെങ്കിൽ നമ്മൾ ഡെലിവറി ചലാൻ വിത്ത് ഇൻവോയ്സ് ആണ് അവിടെ പ്രധാനം. ഡെലിവറി ചെല്ലാൻ എല്ലാ സന്ദർഭത്തിലും വേണ്ട. സാധാരണ ഇപ്പോൾ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരികയാണ് എങ്കിൽ അതിന് ഡെലിവറി ചെല്ലാൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് പ്രോപ്പർ ഇൻവോയ്സ് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഗുഡ്സ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യല്ലോ. എൻ്റെ സ്വന്തം ഗുഡ്സ് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ എൻ്റെ ഈ ഷോപ്പിലെ സാധനം എൻ്റെ വേറൊരു ഷോപ്പിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആയിട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്ത് നമുക്ക് ഡെലിവറി ചെല്ലാൻ വഴി കൊണ്ടുപോവുക. ഇപ്പോൾ 50,000 താഴെയാണ് ഗുഡ്സ്. ഇപ്പോൾ എൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥാപനത്തിലേക്ക് എൻ്റെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50,000 താഴെയാണ് ഈ ചലാൻ വരുന്നത്. എൻ്റെ തന്നെ മൂവ്മെൻ്റ് ആയതുകൊണ്ട്, ഗുഡ്സ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് അവിടെ ഇൻവോയ്സ് റേസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡെലിവറി ചലാൻ വെച്ചിട്ട് പോവാം അല്ലേ? 50,000 താഴെയാണ്, എന്നാൽ ഡെലിവറി ചലാൻ ഡോക്യുമെൻ്റ് എൻ്റെ തന്നെ സ്ഥാപനത്തിലേക്ക് ഒരേ GST നമ്പറിലുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡെലിവറി ചെല്ലാൻ മതി. എന്നാൽ 50,000 രൂപയ്ക്ക് വേറൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ വിൽപ്പന നടത്തുന്നെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ഇൻവോയ്സും വേണം, ഇ-വേ ബില്ലും വേണം. ഇ-വേ ബില്ല് 50,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇ-വേ ബില്ലും വേണം. ഓക്കെ. അപ്പോൾ ഇ-വേ ബില്ലിൻ്റെ കാര്യത്തിലും ട്രാൻസ്പോർട്ട് ഇങ്ങനത്തെ കേസുകളായിരിക്കും കൂടുതൽ. ഈ വണ്ടിയിൽ പോകുമ്പോൾ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കേസുകളായിരിക്കും കൂടുതൽ നമ്മൾ പിടിക്കുന്നുണ്ടാവും അല്ലേ? അതായിരിക്കും കൂടുതൽ കേസസ് വരുന്നത്.
നമ്മൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ സംസാരിച്ച ജി എസ് ടിയുടെ സംശയങ്ങളും അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ജി എസ് ടിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഇപ്പം ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ, നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായിട്ട് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ബിജു പി എസ് നായർ സാറിന് എൻ്റെ എല്ലാവിധ ആ, ആ, നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. ആ ബിസി ആയിട്ടുള്ള ആള് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു സബ്ജക്റ്റുമായി പുതിയൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ദിസ് ഇസ് മിജോ സൈനിങ് ഓഫ്.